ചിരിക്കാനോ ഷോപ്പിംഗ് നടത്താനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ അനുവാദമില്ലാത്ത രാത്രികാലങ്ങളിൽ പൂർണ്ണമായും വൈദ്യുതി നിലച്ചുപോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇത് വിശ്വസിക്കാൻ പ്രയാസമായി തോന്നാം, പക്ഷേ ഉത്തര കൊറിയയിൽ ജീവിക്കുന്ന 2.5 കോടി ജനങ്ങളുടെ യാഥാർത്ഥ്യമാണിത്. ഇതാണ് ഉത്തര കൊറിയയുടെ കറുത്ത വശം. ഇതെല്ലാം ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ 1945 വേനൽക്കാലത്താണ്. യുദ്ധം ശാന്തമായി കൊണ്ടിരുന്നപ്പോൾ സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തങ്ങളുടെ പ്രദേശങ്ങൾ അടയാളപ്പെടുത്താൻ തുടങ്ങി. ലോകത്തിലെ 2 വൻ ശക്തി രാജ്യങ്ങൾ അവരുടെ വിഹിതം പങ്കുവച്ചെടുത്തു. സോവിയറ്റ് യൂണിയൻ മുകൾ ഭാഗമായ ഉത്തര കൊറിയയും അമേരിക്ക താഴത്തെ ഭാഗമായ ദക്ഷിണ കൊറിയയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ 2 രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അവരുടെ ഉപദേശകരെ പോലെ തന്നെ ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഉത്തര കൊറിയയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളിൽ ഒരാളാണ് കിം ജോങ് ഉന്നിൻ്റെ മുത്തശ്ശനായ കിം ഇൽ സുങ്. അദ്ദേഹം കൊറിയയിലാണ് ജനിച്ചതെങ്കിലും മഞ്ചൂറിയയിലേക്ക് മാറുകയും അവിടെ വെച്ച് ജാപ്പനീസ് വിരുദ്ധ പോരാളികളോടൊപ്പം ചേരുകയും ചെയ്തു. അദ്ദേഹം സോവിയറ്റ് സൈന്യത്തിൽ ചേരുകയും ക്യാപ്റ്റൻ പദവിയിലെത്തുകയും ചെയ്യുന്നതുവരെ വിജയകരമായി ഉയർന്ന റാങ്കുകളിലേക്ക് മുന്നേറി. സോവിയറ്റ് യൂണിയന് ഉത്തര കൊറിയ ലഭിച്ചപ്പോഴാണ് അവർ അദ്ദേഹത്തെ ഒരു വരാനിരിക്കുന്ന നേതാവായി പരിചയപ്പെടുത്തിയത്. ഈ ഘട്ടത്തിൽ കിം ഇൽ സുങ് ഒരു ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. ദക്ഷിണ കൊറിയയുമായി ഒരു യുദ്ധം ആരംഭിക്കുന്നതിനാവശ്യമായ സൈന്യത്തെ അദ്ദേഹം സ്റ്റാലിനെ പ്രേരിപ്പിച്ചു. കിം ഇൽ സുങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഇൽ അധികാരത്തിൽ വന്നു. 2011 അദ്ദേഹം അന്തരിക്കുന്നതുവരെ അത് തുടർന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ പരമോന്നത നേതാവായ കിം ജോങ് ഉൻ ഭരണമേറ്റെടുത്തത്. നിങ്ങളുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനക്കുറവിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉത്തര കൊറിയൻ സർക്കാരിനെതിരെ ചെറിയ രീതിയിൽ പോലും പ്രതിഷേധം ശബ്ദമുയർത്തുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ഉത്തര കൊറിയയിലെ രാഷ്ട്രീയ അടിച്ചമർത്തൽ സർവ്വവ്യാപകമാണ്. നിങ്ങൾ ശാരീരികമായും ഡിജിറ്റലായും നിരീക്ഷിക്കപ്പെടുന്നു. ഒപ്പം നിരന്തരം അവരുടെ ആശയങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നിങ്ങളൊരു ഉത്തര കൊറിയക്കാരനാണെങ്കിൽ ലോകത്തിന്റെ ബാക്കി ഭാഗത്ത് നിന്ന് നിങ്ങൾ ശാരീരികമായ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരും. നിങ്ങളുടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് രാജ്യം വിടാൻ കഴിയില്ല. അതിർത്തിക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുള്ള ആളുകൾ, നയതന്ത്രജ്ഞർ, എലീറ്റ് വിദ്യാർത്ഥികൾ, റിക്രൂട്ട് ചെയ്യപ്പെട്ട തൊഴിലാളികൾ അല്ലെങ്കിൽ കായിക താരങ്ങൾ എന്നിവരാണെങ്കിലും അവരെ പോലും 24 മണിക്കൂറും നിരീക്ഷിക്കപ്പെടുന്നു. കൂടാതെ അവർ ഉത്തര കൊറിയയിൽ തിരിച്ചെത്തിയാൽ ഉടനെ പ്രത്യേക ബ്രീഫിംഗുകളിൽ പങ്കെടുക്കേണ്ടി വരും. ഉത്തര കൊറിയ സന്ദർശിക്കുന്ന വിദേശ വിനോദതാരങ്ങളുടെ കാര്യവും അതുതന്നെയാണ്. നിങ്ങളുടെ സന്ദർശനവേളയിൽ എന്താണ് ധരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ടൂർ ഗൈഡ് നിങ്ങൾക്ക് പൂർണ്ണമായ നിർദ്ദേശങ്ങൾ നൽകും. ചില പ്രദേശങ്ങളിൽ ചിത്രങ്ങൾ എടുക്കാനോ തനിയെ നടക്കാനോ നിങ്ങൾക്ക് അനുവാദമില്ല. എപ്പോഴും ഒരു ഗൈഡിന്റെ സാന്നിധ്യത്തോടെ നിങ്ങൾക്കായി സ്വകാര്യ ടൂറുകൾ സംഘടിപ്പിക്കപ്പെടും. അനധികൃതമായി രാജ്യത്ത് നിന്ന് പുറത്തുപോകാനും പ്രവേശിക്കാനും ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ചട്ടങ്ങൾ ലംഘിക്കുന്നവർ പീഡനം, നിർബന്ധിത ജോലി അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് തുടങ്ങിയ കഠിന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ശാരീരികമായ ഒറ്റപ്പെടൽ മാത്രമല്ല നിങ്ങളൊരു ഉത്തര കൊറിയക്കാരൻ എന്ന നിലയിൽ അനുഭവിക്കുന്നത്. നിലവിൽ ഉത്തര കൊറിയക്കാർക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളത് 28 വെബ്സൈറ്റുകളിൽ മാത്രമാണ്. ഈ വെബ്സൈറ്റുകളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. കൂടാതെ പാചകക്കുറികൾ, ഉത്തര കൊറിയൻ ന്യൂസുകൾ അല്ലെങ്കിൽ ഉത്തര കൊറിയൻ സർവകലാശാലകൾ തുടങ്ങിയ പരിമിതമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഇവയിൽ അടങ്ങിയിട്ടുള്ളൂ. വിദേശ മാധ്യമങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ നിങ്ങളെ പരിഷ്കൃതിക തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്യും. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 180 രാജ്യങ്ങളിൽ 180ാം സ്ഥാനമാണ് ഈ രാജ്യത്ത്. അതായത് അവർ ലോകത്തിൽ വെച്ച് ഏറ്റവും മോശം നിലയിലാണ്. കാരണം അവർ കിം രാജവംശത്തിന്റെ വ്യക്തിപൂജാ പഠനങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പുറം ലോകം തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടം ഉത്തര കൊറിയൻ പ്രത്യയശാസ്ത്രത്തെ മഹത്വകരിക്കുന്നു. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും രാക്ഷസവൽക്കരിക്കുന്നു. മറുഭാഗത്ത് ജാപ്പനീസ് അധിനിവേശത്തിൽ നിന്ന് കൊറിയയെ ഒറ്റയ്ക്ക് മോചിപ്പിച്ചത് എങ്ങനെയെന്നതിനെക്കുറിച്ച് കിം കുടുംബം ചരിത്രം തിരുത്തിയെഴുതി. തന്റെ ജനത്തെ തന്നെ സ്വർഗീയ നേതാവെന്ന് വിളിക്കാൻ അദ്ദേഹം നിർബന്ധിക്കുന്നു. കൂടാതെ രാജ്യത്തുടനീളം അദ്ദേഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ ജന്മദിനം ഡിസംബർ അവസാനമാണെങ്കിൽ അത് വളരെ കഷ്ടമാണ്. കാരണം നിങ്ങൾ ഉത്തര കൊറിയക്കാരനാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ അനുവാദമുണ്ടാകില്ല. അന്തരിച്ച കിം ജോങ് ഇല്ലിന്റെ ദുഃഖാചരണവേളയിൽ ചിരിക്കാനോ മദ്യപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങളിലോ ആഘോഷങ്ങളിലോ ഏർപ്പെടുന്നതോ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തര കൊറിയൻ സർക്കാരിന്റെ മറ്റൊരു ക്രൂരമായ നിയമമാണിത്. എല്ലാ വർഷവും ഡിസംബർ 17 മുതൽ 10 ദിവസത്തെ ദുഃഖാചരണമുണ്ട്. കിം ജോങ് ഇല്ലിന്റെ മരണത്തിന്റെ 10ാം വാർഷികമായിരുന്ന 2021 ദുഃഖാചരണം 11 ദിവസമായി നീട്ടി. ഏതെങ്കിലും ധരവാസി ഈ നിയമം ലംഘിച്ചാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും കുറ്റവാളികളായി കണക്കാക്കപ്പെടുകയും ചെയ്യും.
നിങ്ങളുടെ പ്രവർത്തനങ്ങളും വിവരങ്ങളിലേക്കുള്ള പ്രവേശനവും മാത്രമല്ല ഉത്തര കൊറിയൻ സർക്കാർ നിരീക്ഷിക്കുന്നതും പരിമിതപ്പെടുത്തുന്നതും. എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും നിങ്ങളുടെ രൂപം എങ്ങനെയായിരിക്കണമെന്നും അവർ നിങ്ങളോട് പറയും. രാജ്യത്തിന് സംസ്ഥാന അംഗീകാരമുള്ള ഹെയർ കട്ടുകളുടെ പട്ടികയുണ്ട്. സ്ത്രീകൾക്ക് 14 പുരുഷന്മാർക്ക് 14 ഉൾപ്പെടെ ആകെ 28 ശൈലികൾ. അതുമാത്രമല്ല, നിലവിൽ 9 ഫാഷൻ ശൈലികൾ രാജ്യം നിരോധിച്ചിരിക്കുന്നു. ഇറുകിയ പാന്റുകൾ, വിവാഹിതരായ സ്ത്രീകളുടെ നീളമുള്ള മുടി, ലെതർ ട്രെഞ്ച് കോട്ടുകൾ, ബാൻഡ് ടീഷർട്ടുകൾ, സ്പൈക്കുകൾ അല്ലെങ്കിൽ ഡൈ ചെയ്ത മുടി, ഹോൺ റിംഡ് കണ്ണടകൾ, കീറിയ ജീൻസുകൾ, മാവോ ശൈലിയിലുള്ള സ്യൂട്ടുകൾ, മൂക്കുത്തികൾ എന്നിവയാണവ. അവരുടെ ചട്ടങ്ങൾ ലംഘിക്കാൻ നിങ്ങൾ പദ്ധതിയിടുകയാണെങ്കിൽ ക്വാൻ ലീ സോ എന്നറിയപ്പെടുന്ന ലേബർ ക്യാമ്പുകളിലേക്ക് നിർബന്ധിതമായി അയക്കപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. ഇവിടെ രാഷ്ട്രീയ തടവുകാരെയും അവരുടെ കുടുംബങ്ങളെയും കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ അയക്കുന്നു. 3 തലമുറ ശിക്ഷാ നയം കാരണം നിരപരാധികളായ ഒട്ടനവധി ആളുകളാണ് ഈ ലേബർ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം ഒരു തടവുകാരന്റെ കുടുംബത്തിലെ 3 തലമുറകളെയും യാതൊരു കുറ്റവും ചെയ്യാതെ ക്യാമ്പിലേക്ക് അയക്കുന്നു എന്നാണ്. ബന്ധമുള്ളതിന്റെ പേരിൽ നിങ്ങൾ കുറ്റവാളിയാകുന്നു. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവരും മുൻ തടവുകാരുമായ ആളുകളുടെ വിവരണങ്ങൾ ക്വാൻ ലീ സോയിലെ ജീവിതത്തിന്റെ ഭയാനകമായ ചിത്രം നൽകുന്നു. ക്വാൻ ലീ സോ നമ്പർ 15ഉം 16ഉം ഇതിൽ ഏറ്റവും പ്രശസ്തമായവയാണ്. ഒരു കേന്ദ്രത്തിന് 20,000 തടവുകാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. കൂടാതെ മൊത്തം തടവുകാരുടെ എണ്ണം ഏകദേശം 1,20,000 ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 38 നോർത്ത് റിപ്പോർട്ടുകൾ പ്രകാരം 1900കളിലെ വലിയ പട്ടിണിക്ക് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടിണികളിൽ ഒന്നിനെയാണ് ഇപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്നത്. 1900കളിൽ ഭക്ഷണക്ഷാമം മൂലം അവരുടെ ജനസംഖ്യയുടെ 5% അല്ലെങ്കിൽ 10 ലക്ഷം ആളുകൾ മരിച്ചതായി പ്രവചിക്കപ്പെട്ടിരുന്നു. കാരണം ഉത്തര കൊറിയ തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ തുറന്നുകൊടുക്കാൻ വിമുഖത കാണിക്കുകയും കൃഷിക്ക് അനുകൂലമല്ലാത്ത മണ്ണാണെങ്കിലും സ്വയം പര്യാപ്തതയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. പാൻഡമിക് കാരണം സ്ഥിതി കൂടുതൽ വഷളായി. ഇറക്കുമതി കുറയ്ക്കുന്നതിലും അതിർത്തികൾ അടയ്ക്കുന്നതിലും ഉത്തര കൊറിയ കടുത്ത നിലപാടിലാണ്. ഉത്തര കൊറിയയുടെ ഭക്ഷണക്ഷാമത്തിന് പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സംഘടനകൾ അവരുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പുറത്തുനിന്നുള്ള സഹായത്തെ ആശ്രയിക്കുന്നത് വിഷം പുരട്ടിയ മിഠായി കഴിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് അവരുടെ ദേശീയ പത്രം വിശേഷിപ്പിച്ചത്. ഉത്തര കൊറിയൻ ജനസംഖ്യയുടെ പകുതിയോളം അഥവാ 40% ആളുകൾ പോഷകാഹാര കുറവുള്ളവരും മാനുഷിക സഹായം ആവശ്യമുള്ളവരുമാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. വിള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി സ്വന്തം മലം ഉപയോഗിച്ച് വളമുണ്ടാക്കാൻ പോലും രാജ്യം പൗരന്മാരോട് ആവശ്യപ്പെട്ടു. ഓരോ പൗരനും മനുഷ്യവിസർജ്യത്തിൽ നിന്ന് 150 കിലോഗ്രാം വളം ഉൽപ്പാദിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ പൊതു ഫാക്ടറികളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പകരം 500 കിലോഗ്രാം നൽകേണ്ടിവരും. വൈദ്യുതിയുടെ പ്രശ്നമുണ്ട്. കിം ജോങ് ഇല്ലിന്റെ കാലത്ത് ദൗർലഭ്യം കാരണം രാത്രികളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. കിം ജോങ് ഉന്നിന്റെ ഭരണം ശേഷം രാത്രിയിൽ തെരുവു വിളക്കുകൾ തെളിയുന്നതോടെ സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും ഉത്തര കൊറിയയുടെ തലസ്ഥാന നഗരമായ പ്യോങ്യാങ്ങിന്റെ വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ കാരണം ആ സന്തോഷം അല്പായുസ്സായിരുന്നു. പ്യോങ്യാങ് പുറത്തുള്ള പ്രവിശ്യകൾ ഇപ്പോൾ കോട്ട പരിസ്ഥിതിയിലാണ് പ്രവർത്തിക്കുന്നത്. അധികമുള്ള വൈദ്യുതി തലസ്ഥാനത്തേക്ക് അയക്കും. അതിനാൽ അന്ന് നിങ്ങളുടെ കോട്ട തീർന്നാൽ പിന്നെ നിങ്ങൾ ഇരുട്ടിൽ ജീവിക്കേണ്ടി വരും. മറ്റൊരു നിഗൂഢത കിം ജോങ് ഉന്നിന് പകരം ഒരു ഡ്യൂപ്പിനെ വച്ചിരിക്കുകയാണെന്നും അദ്ദേഹം മരണപ്പെട്ടു എന്നുമുള്ള ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമാണ്. 2020 ഏപ്രിലിൽ ആഴ്ചകളോളം പൊതുപ്രവേശങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നപ്പോഴാണ് കിം ജോങ് ഉൻ മാരകമായ രോഗത്തെ നേരിടുകയാണെന്ന് പലരും ഊഹിച്ചത്. പിന്നീട് മെയ്യിൽ കൂടുതൽ ആരോഗ്യവാനായ രൂപത്തിൽ കിം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തുടർന്നാണ് യഥാർത്ഥ കിം മരിച്ചെന്നും ഒരു ബോഡി ഡബിൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തെന്നും ആളുകൾ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആരംഭിച്ചത്. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഈ വിഷയം അന്വേഷിക്കുകയും അത് യഥാർത്ഥ കിം തന്നെയാണെന്നും ബോഡി ഡബിൾ അല്ല എന്നും അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ കിമ്മിന്റെ മുഖത്തിന്റെയും ശരീരഘടനയുടെയും ഉയർന്ന റെസല്യൂഷൻ വീഡിയോകളും സ്റ്റീരിയോമെട്രി വിശകലനവും ഉപയോഗിച്ചാണ് ഈ അവകാശങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഉത്തര കൊറിയ അവരുടെ രൂപം കാണിക്കാൻ പഴയ ദൃശ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അവരുടെ രഹസ്യ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ എന്തും സാധ്യമാണ്. മൊത്തത്തിൽ ഉത്തര കൊറിയ ഒരു രഹസ്യ സ്വഭാവമുള്ളതും പലപ്പോഴും പ്രവചിക്കാനാവാത്തതുമായ രാജ്യമാണ്. എന്നാൽ ഒരു ദിവസം അവിടുത്തെ ജനങ്ങൾ സ്വതന്ത്രമായ വായു ശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഉത്തര കൊറിയയുടെ ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവാണ് നൽകിയതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തവും കൗതുകമുണർത്തുന്നതുമായ മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.